ന്യൂയോർക്കിലെ പെട്ടിക്കടകളിൽ മുതൽ വമ്പൻ ഹൈപ്പർ മാർക്കറ്റിലെ റാക്കുകൾക്കിടയിലും ബിസ്ക്കറ്റ് കൂട്ടങ്ങളുടെ സ്ഥിര സാന്നിധ്യമായ ഒരു ബ്രാൻഡ്. എവിടെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്ന ഓമനതം തോന്നുന്ന കുഞ്ഞുമുഖം പതിച്ച വരകൾ നിറഞ്ഞ മഞ്ഞ കവർ. പാർലേജി എന്നാൽ ഇന്ത്യക്കാർക്ക് വെറുമൊരു ബിസ്ക്കറ്റ് മാത്രമല്ല, കുട്ടിക്കാലത്തെ ഗൃഹാതുരത്വ ഓർമ്മ കൂടിയാണ്. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബ്രാൻഡായി പാർലേജി എങ്ങനെയാണ് മാറിയത്? മോഹൻലാൽ ദയാൽ ചൗഹാൻ എന്ന ബിസിനസ്സുകാരൻ യൂറോപ്പിലേക്ക് നടത്തിയ ഒരു യാത്രയാണ് പാർലെ ഹൗസിൽ നിന്നുള്ള ബിസ്ക്കറ്റിന്റെ പിറവിയിലേക്ക് നയിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ വീടുകളിൽ മധുരമുള്ള ഒരു ചെറുപലഹാരം ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ തന്റെ നാട്ടിലും ഇത്തരമൊന്ന് ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. യൂറോപ്പിൽ ആ പലഹാരം സമ്പന്ന കുടുംബങ്ങളിൽ മാത്രമായിരുന്നു വ്യാപകമായി ഉപയോഗിച്ചു വന്നത്. എന്നാൽ എല്ലാ ഇന്ത്യൻ കുടുംബങ്ങളിലേക്കും താൻ പുറത്തിറക്കുന്ന ബിസ്ക്കറ്റ് എത്തിക്കണമെന്നായിരുന്നു മോഹൻലാലിന്റെ ലക്ഷ്യം. അതിനായി അദ്ദേഹം പരിശ്രമിക്കുകയും 1938 പാർലെ ഹൗസിൽ നിന്ന് ആദ്യത്തെ ബിസ്ക്കറ്റ് പുറത്തിറക്കുകയും ചെയ്തു. പാർലെ ഗ്ലൂക്കോ എന്നായിരുന്നു ആ ബിസ്ക്കറ്റിന്റെ ആദ്യത്തെ പേര്. വർഷങ്ങൾ പലതും കഴിഞ്ഞു. പാർലേജി വിലയിൽ മാറ്റം വരുത്തിയില്ല. റോ മെറ്റീരിയൽസിന്റെ വില ഉയർന്നപ്പോഴും 5 രൂപയിൽ നിന്ന് വില വർദ്ധിപ്പിക്കുന്നതിന് പകരം അവർ ബിസ്ക്കറ്റിന്റെ വലിപ്പം കുറച്ചു. പാർലേജി വിലയേറിയ പരസ്യ ക്യാമ്പയിനുകൾ അപൂർവമായി മാത്രമേ നടത്തിയിരുന്നുള്ളൂ. എന്നിട്ടും അവർ ഐക്കണായി മാറി. എങ്ങനെ? വിശ്വാസം, സ്ഥിരത, നൊസ്റ്റാൾജിയ. പകർച്ചവ്യാധിയുടെ സമയത്ത് പോലും ആളുകൾ അവശ്യ വസ്തുക്കൾ ശേഖരിച്ചപ്പോൾ കൂട്ടത്തിൽ പാർലേജിയും ഉണ്ടായിരുന്നു. ഓർക്കുക, താങ്ങാനാവുന്നതും ഉയർന്ന നിലവാരമുള്ളതും നിത്യജീവിതത്തിൽ ശീലങ്ങളുടെ ഭാഗമായി നിലനിർത്തുക. അങ്ങനെയാണ് പാർലേജി ഇന്ത്യയുടെ ബിസ്ക്കറ്റായി മാറിയത്. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസിനെ കുറിച്ചാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തൂ.